നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും നമുക്കിങ്ങനെ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോൾ ഈ മുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ച് നോക്കാറുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി ഹെന്ന ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൈലാഞ്ചി ഉപയോഗിക്കുക. അതിന് പല രീതിയിലുള്ള മൈലാഞ്ചി ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹെന്ന എന്നൊക്കെ പറഞ്ഞു കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ടിടുന്ന ആൾക്കാരുണ്ട്. മൈലാഞ്ചി പൊടി വാങ്ങിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത് ഒരു കാര്യം. ഇനി അടുത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാമ്പു പോലത്തെ ഉള്ള കാര്യം വെച്ചിട്ട് ഹെയർ ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഷാമ്പു തേച്ച് കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞാൽ തലമുടി നന്നായിട്ട് കറുത്തു. അതൊരു രീതി. ഇനി അടുത്തൊരു രീതി ഹെയർ കളർ ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഈ ഇടയായിട്ട് വരുന്ന പേഷ്യൻസിൽ പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ, അതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹെന്നയും നീലയമരിയും കൂടെ ചേർത്തിട്ടുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മുഖത്ത് നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കരി വാരി തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രധാനമായിട്ടും അത് ചെവിയുടെ സൈഡിൽ, അത് ഈ നെറ്റിയുടെ സൈഡിൽ, കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഇത് വേറെ എന്തോ കാര്യമാണ്, വെയിൽ കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണെന്ന്. പക്ഷെ നമ്മൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ കാലമായിട്ട് ഇത് ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ നമ്മളിതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. പലപ്പോഴും ഈ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് പോലുള്ള അവസ്ഥയായിട്ട് വരുമ്പോൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടും. കാരണം ഈ കരി വാരി തേച്ച പോലെ നമ്മുടെ മുഖം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വന്ന് ചോദിക്കും എന്തെങ്കിലും അസുഖമാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ട് അതാണ് പലർക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഹെന്നയെക്കുറിച്ചും നീലയമരിയെക്കുറിച്ചും പറയാം. എപ്പോഴും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഇപ്പോൾ കഴിക്കുന്ന കാര്യമാണേലും അല്ലെങ്കിൽ ഈ ഹെന്ന നീലയമരിയൊക്കെ ആണെങ്കിലും എല്ലാം നാച്ചുറലാണ്. പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സേഫാണെന്ന്. ഓഫ് കോഴ്സ് അത് ഒരു പരിധി വരെ സേഫാണ്. പക്ഷേ എല്ലാ ഓർഗാനിക് പ്രോഡക്ട്സും നമുക്ക് സേഫ് ആയിക്കൊള്ളണം എന്നില്ല, എല്ലാവർക്കും ഇണങ്ങിക്കൊള്ളണമെന്നുമില്ല. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹെന്ന നീലയമരി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം ഇപ്പോൾ എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതും ഞാൻ പറയാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ ഈ ഹെന്ന നീലയമരി ഇട്ടിട്ട് നമുക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ വരുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളൊരു സംശയമാണ് ആദ്യം പേഷ്യൻസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കേസ് ടേക്കിങ്ങിനിടയ്ക്ക് ഓരോരുത്തരോടും ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും പിഗ്മെൻറ്റേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ആദ്യമൊക്കെ കാണുന്നത് ഇപ്പോൾ ഹെന്ന ഇടുമ്പോഴും നീലയമരി ഇടുമ്പോഴും ഒക്കെ ചൊറിച്ചിലായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ തലയുടെ സൈഡ്, ചെവിയുടെ ബാക്കൊക്കെ ചൊറിഞ്ഞു തുടങ്ങും. പക്ഷേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല, അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കുറേ നാളാകുമ്പോഴത്തേക്കും ഇത് ഈ പറഞ്ഞ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനിലേക്ക് പോകും. അതാണ് ഒരു കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നാച്ചുറൽ ആയതുകൊണ്ടും നര എപ്പോഴും റൂട്ടിലാണല്ലോ, നമ്മുടെ തലയുടെ ഇങ്ങനെ തുടങ്ങുന്ന മുടിയിലായതുകൊണ്ടേ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിങ്ങനെ ശരിക്കും പറഞ്ഞെങ്കിൽ ലിറ്ററലി ഒഴുകുന്ന രീതിയിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കും. അങ്ങനെ വയ്ക്കുമ്പോഴും ഇതിന് അബ്സോർപ്ഷൻ ഉണ്ട്. എന്തായാലും നമ്മുടെ സ്കിന്നിലേക്ക് അതൊന്ന് അബ്സോർബ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അലർജിയും അതിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും വരും. ഇതും ഞാൻ ക്ലിനിക്കിൽ കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഓരോ രീതി ഞാൻ പറയുമല്ലോ, നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ അവർക്ക് മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനൊരു ശീലവും കൂടെ പറയാറുണ്ട്. ഇനി അടുത്ത ഹെയർ കളർ യൂസ് ചെയ്യുന്ന ഈ നേരത്തെ പറഞ്ഞ ഷാംപൂ പോലെ, അതായത് ഇങ്ങനെ ഷാംപൂ ഇട്ടിട്ട് കഴുകി കളയുമ്പോൾ ഹെയർ ഡൈ ആവുന്ന ഒരു കാര്യമുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്കും ഇതേ പ്രശ്നം വരുന്നുണ്ട്. ചിലർ ഈ ചൊറിച്ചിൽ ഇഗ്നോർ ചെയ്യും, ചിലർ ഗുളിക കഴിച്ചിട്ട് ഹെയർ ഡൈ ചെയ്യുന്ന അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് ചൊറിച്ചിൽ വരാതിരിക്കാനായിട്ട് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില ആൾക്കാർക്ക് ഇതിന് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം ഹെന്ന നീലയമരിയൊക്കെ വർഷങ്ങളായിട്ട് ഇടുന്ന ആൾക്കാരെ അറിയാം. ഹെയർ ഡൈ വർഷങ്ങളായിട്ട് ഇടുന്നു, പക്ഷേ അവരുടെ സ്കിന്നിന് യാതൊരു പ്രശ്നമില്ല, ഹെയറിന് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ലാത്ത ഒരു തവണ തന്നെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഉപയോഗിക്കണം എന്നാണോ ഉപയോഗിക്കേണ്ടെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം അത് നമ്മൾ നിർത്തണം എന്നുള്ളത് തന്നെയാണ്. അത് ഏത് കാര്യമായാലും നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് പിടിച്ചില്ല, അതിൻ്റെ അർത്ഥം അതിലേതോ ഒരു സാധനം നമുക്ക് ശരിയാവുന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ഹെയർ ഡൈ, ഹെയർ കളർ ആൻഡ് ഈ ഹെന്ന നീലയമരി.
ഇതിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം തലയോട്ടിയിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല പെട്രോളിയം ജെല്ലിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് ഈ പറഞ്ഞ ജെല്ലി ടൈപ്പ് എന്തെങ്കിലും ഒരു സംഭവമാണ്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സ്കാൽപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ അബ്സോർബ് ചെയ്യുന്നത് കുറച്ചൊന്ന് കുറയും. ഇനി അടുത്ത് നമ്മൾ ഡൈ ചെയ്യുമ്പോഴോ കളർ ചെയ്യുമ്പോഴോ ഹെന്ന ചെയ്യുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, മുടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ റൂട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മാക്സിമം സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതൊരു സേഫ് മെത്തേഡാണ്. ഇത് 2. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഹെയർ ഡൈ, ഹെയർ കളർ, ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം വിയർക്കാതിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് അനങ്ങാതിരുന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം വേർത്ത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതുപോലൊരു കൂടുതൽ അബ്സോർപ്ഷന് സാധ്യതയുണ്ട്. പിന്നെ ഈ ഹെയർ കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം പോയിട്ട് അല്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിനകത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല. ഇങ്ങനെ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാർക്കും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു പ്രശ്നം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെയിൽ കൊണ്ടതുകൊണ്ട് ഇങ്ങനെയായി. പക്ഷേ നമ്മളതിൻ്റെ ഹിസ്റ്ററിയിൽ ഹെയർ ഡൈ ചെയ്തിട്ട് ഉടനെ അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ഇനി ഈ ഹെന്നയുടെ കാര്യം, നീലമരിയുടെ കാര്യം പറയുമ്പോൾ നാച്ചുറലായിട്ട് ഉള്ളതാണ്. ഇപ്പം ബ്ലാക്ക് ഹെന്ന എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചിയിൽ അങ്ങനെ ബ്ലാക്ക് ഹെന്ന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെമ്പിച്ച കളറേ വരാൻ സാധ്യതയുള്ളൂ. അതിൽ നിന്നും കറുത്ത കളർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഉറപ്പായിട്ടും PPD എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അമോണിയ. അപ്പോൾ നിങ്ങൾ ഹെയർ ഡൈ ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും അതിനകത്ത് അമോണിയ ഫ്രീ ആണോ നോക്കുക, PPDയും ഫ്രീ ആണോ നോക്കുക. ഈ 2 കാര്യങ്ങൾ ഫ്രീ ആണെങ്കിലും നമ്മളിതിനെല്ലാം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു, ഈ ചെവിയുടെ ബാക്ക് അത്യാവശ്യം ഒരു സെൻസിറ്റീവ് ഏരിയ, അപ്പോൾ അവിടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ചെറിയൊരു വട്ടത്തിന് ഒരു പാച്ച് അവിടെ ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കൈത്തണ്ടയുടെ ഈ ഭാഗവും നമുക്ക് കുറച്ച് സെൻസിറ്റീവാണ്. അതായത് ഏറ്റവും സെൻസിറ്റിവിറ്റി ഉള്ള ഭാഗത്ത് ഇടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ഒരു 1 റുപ്പി കോയിൻ്റെ വലിപ്പത്തിന് അങ്ങനെ ഒരു ഇത് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 24 hours to 48 hours അങ്ങനെ തന്നെ വെച്ചിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ പാച്ച് ടെസ്റ്റ് നല്ല അലർജിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനത്തുള്ള കാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു നോക്കുക. അടുത്ത തവണ നിങ്ങളിപ്പം എന്താ പറയുക, മൈലാഞ്ചി ഇടുമ്പോഴോ അല്ലെങ്കിൽ നീലയമരി ഇടുമ്പോഴോ ഇതിനൊന്നും എതിരല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വന്ന കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഇത് സ്യൂട്ടാവുന്നുണ്ടാവില്ല. ആവുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും. വളരെ സേഫാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഇതുപോലെ തന്നെ പല ഹെയർ കളേഴ്സും ഹെയർ ഡൈയും മാറി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ പിന്നെ ചില നാച്ചുറൽ പ്രോഡക്ട്സ്, ഇപ്പം നാച്ചുറലായിട്ട് വരുന്ന ഹെയർ ഡൈ ആണ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായ കൂട്ടുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയും. പക്ഷേ അതിട്ടിട്ടും അലർജി വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും അതും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.